ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു വൺ ഡേ ട്രിപ്പിന് പോകാം കേട്ടോ. മധ്യപ്രദേശിലാണ്. അവിടെ വൺ ഡേ ഒരു ട്രിപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. റോഡുകൾ മൊത്തം പശുക്കൾ. നമ്മൾ പോകുന്ന വണ്ടിക്ക് ഇങ്ങനെ പശുക്കളൊക്കെ ബ്ലോക്ക് ചെയ്യും കേട്ടോ. അവിടുത്തെ ഒരു സാധാരണ ഒരു കാഴ്ചയാണിത്. പിന്നെ ഒരു വനത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ വനത്തിൽ നമുക്ക് പല മൃഗങ്ങളെയും കാണാൻ സാധിക്കും. അപ്പോൾ ക്യാമറയിൽ കിട്ടുന്ന മൃഗങ്ങളെ ഞാൻ നിങ്ങളിൽ എത്തിക്കാം. റോട്ടിലൊക്കെ രണ്ട് വശങ്ങളിലും കുറേ കുരങ്ങുകൾ, അതും പല ടൈപ്പ് കുരങ്ങുകളുണ്ട് കേട്ടോ. സിംഗബാലൻ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള പല ടൈപ്പ് കുരങ്ങുകളെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ യാത്രയിൽ അതിമനോഹരമായ മറ്റ് കാഴ്ചകൾ, ഗ്രാമങ്ങളിലെ ഭക്ഷണങ്ങൾ, ഗ്രാമീണ കാഴ്ചകൾ, വനത്തിൻ്റെ കാഴ്ചകൾ, അങ്ങനെ ഒത്തിരി വ്യത്യസ്തങ്ങളായിരുന്ന ഒരു കാഴ്ചയായിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, വീഡിയോ വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ആനിമൽസിനെയും അല്ലെങ്കിൽ പ്രകൃതിയെയും ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. നമ്മുടെ മങ്കീസൊക്കെ നിൽക്കുന്നുണ്ടാവും. നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് വണ്ടി സ്ലോ ചെയ്തപ്പോൾ അവർക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് അവർ അവിടെ വെയിറ്റ് ചെയ്യാണ്. എന്തായാലും ഞങ്ങൾ പോട്ടെ. ഞങ്ങൾക്ക് ഒത്തിരി ദൂരെ യാത്ര ചെയ്യാനുണ്ട്, ഒത്തിരി കാഴ്ചകൾ കാണുവാനുണ്ട്. അപ്പോൾ നമ്മുടെ യാത്രയിൽ നിങ്ങളും ചേർന്നോളൂ കേട്ടോ. ഓക്കെ, നമ്മളെവിടെ പോവാം? പിക്നിക്കിന് പോവാല്ലേ? ഷോപ്പിംഗ്, പിക്നിക്ക്. ഇപ്പൊ നമ്മളൊരു വനത്തിലൂടെ പോവാല. മധ്യപ്രദേശിലെ വനത്തിലൂടെ പോവാം. ഏതാ ഈ സ്ഥലത്തിന്റെ പേര്? നമ്മൾ പോകുന്നത് അമർകണ്ട്, സോൻ നദിയുടെ ഉത്ഭവം. ഇപ്പൊ നമ്മള് ഉള്ള സ്ഥലത്തിന്റെ പേരാണ് ഈ സ്ഥലത്തിന്റെ പേര് അപ്പൊ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. എല്ലാവരായിട്ട് ഒരു വൺ ഡേ ട്രിപ്പിന് പോവാണ് അല്ലേ? ഓക്കെ. Evika baby, Evika baby. Hi कर दो. Hi. 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 ഇതിലൂടെ പോകുമോനെ? എല്ലാവരും വരത്തില്ല. ഇല്ല മോനെ, നമ്മൾ പിക്നിക്കിന് പോകുന്ന സ്ഥലം ഞാൻ പറഞ്ഞില്ലായിരുന്നു. കാണിക്കാൻ കൊണ്ടുപോയി. മധ്യപ്രദേശിലെ ഒരു ചെറിയ നദിയുടെ അടുത്ത് വന്നതാട്ടോ ഞങ്ങൾ. വനവും നദിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് ഞങ്ങൾ വന്നിരുന്ന് ഫോട്ടോ എടുക്കുക. പാറപ്പുറത്തിരിക്കുന്ന വിൽസി, ഞാനും പാറപ്പുറത്ത് തന്നെ. ഇതാട്ടോ നദി. നല്ല മനോഹരമായ നദിയും പാറക്കെട്ടും വനവും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് പോകാം. വെള്ളം കണ്ടോ? ഇവിടുത്തെ ഒരു നാട്ടിൻപുറത്തുകാരനാട്ടോ. നാം ക്യാ? നാം ജാസിംഗ്. അച്ഛാ നെയിം, അച്ഛാ നാം. ഇവിടുത്തെ ജാസി ഗിഫ്റ്റ് ആയിരിക്കും. നമ്മളപ്പോൾ ഒരു മനോഹരമായ അരുവിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഇറങ്ങി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അത്യാവശ്യം വളരെ മനോഹരമായ ഒരു പ്രകൃതി ഭംഗി നമുക്ക് കാണാൻ സാധിക്കും. ചെറിയൊരു രീതിയിൽ ഫോഗും അതുപോലെ തന്നെ പച്ചപ്പും മലയിടുക്കുകളും എല്ലാം കൊണ്ട് വളരെ സുന്ദരമായ ഒരു പ്രകൃതിയുള്ള ഒരു ഏരിയ ആയിരുന്നു കേട്ടോ അത്. എന്തായാലും ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഈ വനത്തിലൂടെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഗ്രാമങ്ങളിൽ നിന്ന് കിട്ടുന്ന കുറച്ച് ഭക്ഷണം ഞങ്ങൾക്ക് കഴിക്കണമെന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഞങ്ങൾ പോവാണ്. റോഡ് സൈഡിലൊക്കെ സാധാരണഗതിയിൽ ചോളം അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് അത് ലക്ഷ്യമായിട്ട് പോകാം. എവിടെയെങ്കിലും ചോളം അതുപോലെ കിട്ടുവാണെങ്കിൽ നമുക്ക് കഴിക്കാം. എന്തായാലും ബ്യൂട്ടിഫുൾ എന്ന് പറയാം. വളരെ മനോഹരമായിട്ട്, അതായത് എയർ എന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് എയർ, നല്ല കൂളിങ്, എല്ലാം കൊണ്ടും വളരെ സുന്ദരമായ ഒരു ഏരിയ ആയിരുന്നു കേട്ടോ.
ഒരു കുരങ്ങിരിക്കുന്നുണ്ടോ? നമ്മുടെ റോട്ടിൽ മൊത്തം ഇങ്ങനെ കുരങ്ങളാണ്. നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ അത് പോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിപ്പെട്ടിട്ടുണ്ട്. അതായത് റോഡ് സൈഡിൽ തന്നെയാണ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ ഉപജീവന മാർഗമായിട്ട് അവർ ചെയ്യുന്ന ഒരു ചെറിയൊരു ബിസിനസ്. അതായത് അവരുടെ കൃഷിയിടങ്ങളിൽ നിന്ന് കിട്ടുന്ന വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ അവർ റോഡ് സൈഡിൽ വെച്ച് വിൽക്കുന്നു. അതുപോലെ തന്നെ ഇതുപോലെ കോൺ അവരുടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ഷോപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയ സ്ഥലത്ത് അവരിങ്ങനെ കനലെല്ലാം കൂട്ടിയിട്ട് അതിനകത്തിട്ട് പുഴുങ്ങി നന്നായിട്ട് അവരുടെ രീതിയിലുള്ളൊരു ചട്നി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അതിൽ നമുക്ക് പുരട്ടി തരും. അത് നമുക്ക് കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. എന്തായാലും ഫ്രഷാണ്, കുഴപ്പമില്ല. അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ്. ഞാൻ കഴിച്ചു, നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നി. എന്തായാലും ഇതൊക്കെയാണ് ഈ നാട്ടിൻ പുറങ്ങളിൽ. അതായത് പ്രത്യേകിച്ച് നമുക്കറിയാലോ, വനപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ വനത്തിൻ്റെ ഉള്ളിലുള്ള ആളുകളുടെ ജീവിത രീതി, അവരുടെ ഒരു വരുമാനം, അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ വേറെയാണ്. അപ്പോൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ അവരെ ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മൾ എൻജോയ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ അവർ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് കോണും അതുപോലെ തന്നെ പേരയ്ക്ക ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. അത് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അത് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. എന്തായാലും അടിപൊളി സംഭവമാണ്. കണ്ട പുള്ളി പ്രിപ്പയർ ചെയ്യണം, കണ്ട കോണ് പുള്ളി അവർ എന്തോ ഒരു ചട്നി സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് അവരുടെ മസാലകളൊക്കെ ചേർത്ത് അത് കനലിലിട്ട് പുഴുങ്ങിയ എന്താ പറയുക കോണിലോട്ട് അവരത് പുരട്ടാണ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ കടിച്ച് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. സാധാരണ ഈ കോൺ എനിക്ക് അധികം ഇഷ്ടമില്ലാത്ത സംഭവമാണ്, പക്ഷേ ഇത് ഞാൻ കഴിച്ചിട്ട് എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നി. കാരണം ചൂടും കനലിൻ്റെ മൊരിഞ്ഞിട്ടുള്ള ടേസ്റ്റും പിന്നെ ആ മസാലയുടെ ടേസ്റ്റ് എല്ലാം കൂടി ആയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിവേ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്ഥലം ലക്ഷ്യമാക്കിക്കൊണ്ട് പോകുന്നത്, മെയിനായിട്ട് നമ്മൾ പോകുന്നത് അമർകൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിട്ടാണ്. അവിടെ നിന്നാണ് എനിക്കറിയാൻ സാധിച്ചത് 2 നദികളുടെ ഉത്ഭവം, മധ്യപ്രദേശിലുള്ള 2 നദികളുടെ ഉത്ഭവം അവിടെ നിന്നാണ്. അപ്പോൾ നമ്മുടെ അളിയൻ പയ്യൻ കഴിക്കാൻ, അളിയനും ആളുടെ വൈഫും പിന്നെ ഞങ്ങളെല്ലാവരും ഇത് കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഗ്രാമങ്ങളിൽ കൂടെ അല്ലെങ്കിൽ ചെറിയ ടൗണുകളിൽ കൂടെയൊക്കെ പാസ് ചെയ്ത് പോവാണ്. എല്ലായിടത്തും ഇതുപോലെ നല്ല തിരക്കും കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന ഒരു സീസണിലാണ് ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് തിരക്കുകൾ ടൗണിൽ എല്ലായിടത്തും കാണാൻ സാധിക്കും. അതുകൊണ്ട് ട്രാഫിക്കും തിരക്കും ബഹളവും ഒക്കെ ആയിട്ട് ഉള്ളൊരു യാത്രയാണ്. खाना खा लिए? खाना खा लिया, बोलो। हाँ खाना खाया नहीं क्या? आप खाया, पूछो खाया?